ഇന്ന് നമ്മൾ റമദാനായിട്ട് സ്പെഷ്യൽ നോമ്പ് കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അതിനു മുമ്പ് ഇന്നത്തെ ടെസ്റ്റിമോണിയൽസ് നോക്കാം. സഞ്ജന നമ്മുടെ കൊത്തു പൊറോട്ട റെസിപ്പി കൊണ്ട് കൊത്തു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഈ ഫോട്ടോ അയച്ചിട്ടുണ്ട്. 17 വയസ്സായ സഞ്ജനയ്ക്ക് ഈ റെസിപ്പി വളരെ എളുപ്പമായി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. അതുപോലെ ഈ ക്ലിപ്പ് അയച്ചിട്ടുണ്ട്. പിന്നെ മുട്ട ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ റെസിപ്പി കൊണ്ട് കൊത്തു ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ കണ്ടല്ലോ, പറ്റും. അങ്ങനെ ഇന്നത്തെ റെസിപ്പി നോമ്പ് കഞ്ഞി, നമ്മുടെ റമദാൻ പോറിച്ച്. നോമ്പ് തുറക്കുന്ന നേരത്ത് നല്ലൊരു ഐറ്റമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ അത്താഴത്തിൻ്റെ നേരത്തും കഴിക്കാൻ പറ്റിയതാണ്. പിന്നെ നോമ്പ് കാലത്ത് മാത്രമല്ല, ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കഞ്ഞിയാണ്. ഈ കഞ്ഞിയിൽ നമ്മൾ കുറച്ച് മട്ടൻ ചേർക്കുന്നുണ്ട്. വളരെ കുറവാണ്, ഒരു പേരിനുള്ളൂ, എന്നാലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. നമുക്കൊരു ബോളിലേക്ക് 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ കടല, ഇവിടെ കറുത്ത കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വെള്ളക്കടല ആയാലും കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ഗ്രീൻ പീസ്. ഇത് രണ്ടും കൂടി നമുക്ക് ഒന്ന് കഴുകി റിൻസ് ചെയ്തതിന് ശേഷം തിളപ്പിച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ഒരു 2 മണിക്കൂറോളം സോക്ക് ചെയ്യാൻ വെക്കാം. അതേ സമയത്ത് നമുക്ക് ബ്രോക്കൺ റൈസ് ആണ് ഉപയോഗിക്കുന്നത്, പച്ചരി കൊണ്ടുള്ള ബ്രോക്കൺ റൈസ്, കഞ്ഞിക്ക് പറ്റിയ ഏതെങ്കിലും റൈസ്. അതും നമുക്ക് 1/2 കപ്പ് എടുത്തിട്ട് കഴുകി നമ്മൾ കഞ്ഞിയിൽ ചേർക്കാൻ പോകുന്നത് മട്ടനാണ്. 1/2 കപ്പോളം മട്ടൻ, വളരെ കുറവ് മതി. കുറച്ച് മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് മട്ടൻ ഇതിന് വേണ്ടി മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ, നല്ല മട്ടൻ കറി, പ്രത്യേകിച്ച് സ്റ്റൂ ഒക്കെ പോലത്തെ മട്ടൻ സ്റ്റൂ ഒക്കെ പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ അത് ചേർത്താൽ മതി. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം എടുത്ത് മാറ്റിയാൽ മതി. ഇപ്പോൾ അത് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാം. ഈ 1/2 കപ്പ് മട്ടനിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ നാടൻ കറി മസാല, അല്ലെങ്കിൽ എൻ്റെ നാടൻ ഗരം മസാല. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്തോളൂ, നല്ലൊരു കറി മസാലയാണത്, നമ്മുടെ നാടൻ റെസിപ്പീസിനെല്ലാം ചേരുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, പിന്നെ 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നന്നായി തിരുമ്പി നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. എന്നിട്ടിത് കുക്ക് ചെയ്യണം. ചെറിയൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചതിന് മട്ടൻ്റെ വേവ് അനുസരിച്ച് നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ടെൻഡർ ആയിട്ടുണ്ടാവണം, നല്ല മുഴുവനായിട്ട് വെന്ത് ഉടയണ തരത്തിലെത്തരുത്. കാരണം നമുക്കിതിൽ കഞ്ഞിയിലിട്ട് ഒന്നും കൂടി പ്രഷർ കുക്ക് ചെയ്യാനുള്ളതാണ്. ഞാനൊരു 2 കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മട്ടനൊന്ന് വെന്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മളിതിൽ സ്റ്റോക്കും ഉപയോഗിക്കുന്നതായിരിക്കും കഞ്ഞിയിൽ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കറിയിലത്തെ മട്ടൻ ഉണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം മട്ടൻ്റെ കഷ്ണവും അതിലേക്ക് കുറച്ച് ഗ്രേവിയും കൂടി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി, അതായാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു പ്രഷർ കുക്കറിലേക്ക് 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം 1-1.5 ടേബിൾ സ്പൂൺ വരെ സവാള അല്ലെങ്കിൽ ചുമന്നുള്ളി ഒന്ന് ചോപ്പ് ചെയ്തത് അതിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് 10 ചെറിയ അല്ലിയുള്ള വെളുത്തുള്ളി, നമ്മുടെ നാടൻ വെളുത്തുള്ളി, പിന്നെ അത്രയും തന്നെ ഇഞ്ചി ചതച്ച് പേസ്റ്റ് ആക്കിയത്, അല്ലെങ്കിൽ ഒരു 3 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതും കൂടി ചേർക്കുന്നുണ്ട്. ആ പച്ചമണം ഒന്ന് മാറി കിട്ടട്ടെ. ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ട് ഡൈസ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുന്നുണ്ട്. അതും ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ക്യാരറ്റ് ഒന്ന് ചെറുതായി സോഫ്റ്റ് ആയാൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒരുപാട് എരിവില്ലാത്ത പച്ചമുളക് ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്തിട്ടുണ്ട്.
ഒരുപാട് എരിവ് വേണ്ട നമ്മുടെ നോമ്പ് കഞ്ഞിക്ക്. പച്ചമുളകിൻ്റെ ആ മണത്തിന് വേണ്ടിയാണ് കൂടുതലും ഇത് ചേർക്കുന്നത്. പിന്നെ അര ടൊമാറ്റോ ചോപ്പ് ചെയ്തത്, ഒരിടത്തരം സൈസ് ടൊമാറ്റോയുടെ പകുതി ഇട്ടാൽ മതി. ടൊമാറ്റോ കൂടി പോകണ്ട, നമുക്ക് കഞ്ഞിക്ക് ഒരു പുളിപ്പ് വരും. ഈ അര ടൊമാറ്റോ ചോപ്പ് ചെയ്തത് ചേർത്തതിന് ശേഷം ഇത് നന്നായി വഴറ്റിയെടുക്കണം. ആ ടൊമാറ്റോ ഒക്കെ ഒന്ന് ഉടഞ്ഞ് മാഷ്ഡായി വരണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, മറക്കരുത്. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന കടലയും ഗ്രീൻ പീസും ഇപ്പം നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ആ വെള്ളത്തിൽ നിന്ന് അത് മാത്രം കോരി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം നമ്മൾ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ബ്രോക്കൺ റൈസും കൂടി ചേർക്കാൻ പോവുകയാണ്. അര കപ്പ് ബ്രോക്കൺ റൈസാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അത് മുമ്പേ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് നോമ്പ് കഞ്ഞിക്ക് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. എന്നാലും ഇല്ലെങ്കിൽ സാരില്ല. ഇത് അര ടീസ്പൂൺ നമ്മുടെ ആശാളി എന്ന് പറഞ്ഞ് കിട്ടുന്ന നോമ്പ് കഞ്ഞിയിലൊക്കെ ഇടുന്ന ജീരക കഞ്ഞിയിലൊക്കെ ചേർത്ത് ഇടുന്ന ഐറ്റമാണ്. ഇതില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ, സാരില്ല. ഇംഗ്ലീഷിൽ ഇതിനെ ഗാർഡൻ സീഡ്സ് എന്നും പറയും, പിന്നെ ഹലീം സീഡ്സ് എന്നും പെടുന്നതാണ്. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ, ഇതും കൂടി ചേർക്കുന്നുണ്ട്. ഉലുവ കൂടി പോണ്ട, 1/4 ടീസ്പൂൺ മതി. ഇനി നമുക്ക് ആ ഒരുവിധം വെന്ത മട്ടനും അതിൻ്റെ സ്റ്റോക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം വെള്ളം വേണം. വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. നല്ലോണം വെള്ളം വേണം കഞ്ഞി ഉണ്ടാക്കുമ്പോൾ. ഒരു 3 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. ഇതുപോലത്തെ മെഷറിംഗ് കപ്പാണ്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 240 ml വരും. 1 കപ്പ് മെഷർ എന്ന് പറഞ്ഞാൽ 3 കപ്പ് അങ്ങനത്തെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ കഞ്ഞി ഉണ്ടാക്കി കുറച്ച് നേരം വെച്ചതിന് ശേഷം പിന്നെയും അതൊന്ന് കട്ടി വെക്കും. അപ്പോഴും കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചാൽ മതി ലൂസാക്കാൻ. എന്നിട്ട് ഉപ്പ് പാകത്തിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നില്ല, പിന്നെ ചേർക്കുന്നുള്ളൂ. അടച്ചതിന് ശേഷം ഈ സ്റ്റീം ആദ്യം ഒന്ന് വന്നു തുടങ്ങിയതിന് ശേഷം നമ്മൾ അതിൻ്റെ വെയിറ്റ് വെക്കാൻ പോകുന്നുള്ളൂ. കഞ്ഞി ഉണ്ടാക്കുമ്പോൾ പ്രഷർ കുക്കറിൻ്റെ വെയിറ്റ് ആദ്യം തന്നെ വെക്കാണ്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒന്ന് നന്നായി സ്റ്റഡി ആയിട്ടൊരു സ്റ്റീം വന്ന് തുടങ്ങിയതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കറിൻ്റെ വെയിറ്റ് കൂടി അപ്ലൈ ചെയ്യാം. എന്നിട്ടൊരു മീഡിയം തീയിൽ നമുക്കൊരു 6 മുതൽ 7 സ്റ്റീം കേൾക്കുന്ന വരെ ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കഞ്ഞി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയതും മല്ലിപ്പൊടിയും നല്ല ജീരകവും കൂടി ചേർത്തൊന്ന് അരച്ചെടുക്കണം. ചെറിയ മിക്സി ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ചെറിയ ജീരകം, ഇത് ചേർത്തൊരു ശകലം വെള്ളമൊഴിച്ച് നന്നായി മഷി പോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. സ്റ്റീമിൻ്റെ എണ്ണം പാകത്തിന് വന്നതിന് ശേഷം നമുക്കത് ഓഫാക്കി വെക്കാം. നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല മഷി പോലെ അരിഞ്ഞിട്ടുണ്ട്. കുക്കർ ചൂടാറിയതിന് ശേഷം നമുക്ക് തുറന്ന് ഇത് ചേർത്ത് കൊടുക്കാം.
നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. എന്നിട്ട് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഇതൊന്ന് തിളപ്പിക്കാം. നന്നായി ഇളക്കി കൊടുക്കണം നമ്മുടെ തേങ്ങ പേസ്റ്റ്. ഒന്ന് നന്നായി തിളച്ചാൽ മതി. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണിൻ്റെ നേരെ പകുതി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. പിന്നെ ഉപ്പ് പാകത്തിനും ചേർക്കണം. ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഞാനിവിടെ 1 ടീസ്പൂണിനേക്കാളും കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ തിളച്ച് നമ്മുടെ പാകത്തിന് ആ കട്ടി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഞ്ഞി റെഡിയാണ്. നമ്മുടെ നല്ല നോമ്പ് ജീരകക്കഞ്ഞി മട്ടൻ ചേർത്തത് റെഡിയാണ്. കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഇത് കട്ടിയാവുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. തിളപ്പിച്ച വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ തന്നെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇത് കട്ടിയൊന്നും വെക്കില്ല. അത് കുറേ നേരം ഇരുന്നാലാണ് കട്ടി കൂടുന്നത്. അപ്പം നമ്മുടെ നല്ല നോമ്പിൻ്റെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. റമദാൻ കഞ്ഞി. മട്ടൻ ഈ പറഞ്ഞ പോലെ പല വേവ് ഉണ്ടാവും. നിങ്ങളുടെ മട്ടൻ്റെ വേവനുസരിച്ച് ആഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം അതൊന്ന് കുക്ക് ചെയ്ത് 1/4 ഭാഗം കുക്കാവണ വരെയും കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ കഞ്ഞി കുക്കാവണതിൻ്റെ ഒപ്പം ഒന്നും കൂടി നന്നായി വെന്ത് കിട്ടും. പിന്നെ ഞാൻ മിക്കപ്പോഴും ഈ നോമ്പ് കഞ്ഞിയിൽ കുറച്ച് എല്ലുള്ള മട്ടനാണ് ഉപയോഗിക്കുന്നത്. അതിനാണ് ടേസ്റ്റും കൂടുതൽ. എന്നാലും സെർവ് ചെയ്യാൻ നേരത്തെ ഒന്ന് പറഞ്ഞാൽ മതി, ഇതിൽ എല്ലും കൂടി ഉണ്ട്, കുട്ടികളൊക്കെ കുടിക്കുന്നതല്ലേ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിലും ബോൺലെസ് മട്ടൻ തന്നെ ഉപയോഗിച്ചോളൂ. അപ്പോൾ നമ്മുടെ നല്ല രസമുള്ള നല്ല ചൂടുള്ള നോമ്പ് കഞ്ഞി തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് വിവരം അറിയിക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് and bye from Shana.